നിങ്ങൾ 10ാം ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ പഠിച്ച കവിത ഞാനിപ്പോൾ ഓർക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ 1ാം ക്ലാസ് പഠിച്ച കവിത. പുലരിയോടൊത്തെന്നും പൂന്തോപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളെന്തു ചന്തം, അവരോടുത്തിടും അപ്പാവാട വിറ്റിടും കടയേതെന്നമ്മക്കറിഞ്ഞുകൂടെ. അതുപോലെ ഒന്നമ്മേ തിരുവോണപ്പുടവയായി അരുമാമകൾക്ക് തരികയില്ലേ. ഇത് VK സുരേഷ് ബാബു, സ്വദേശം കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത തൊടീക്കളം, ഇപ്പോൾ താമസം ചിറ്റാരിപ്പറമ്പിൽ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇതിനകം നിരവധി വേദികൾ പിന്നിട്ട പ്രഭാഷകൻ, രാഷ്ട്രീയ നേതാവ്, അധ്യാപകൻ, അങ്ങനെ വിശേഷണങ്ങൾ പലതാണ്. ലളിതമായ ശൈലിയിൽ ഏത് സദസ്സിന്റെയും മനസ്സ് കീഴടക്കുന്ന ശൈലിയാണ് പ്രഭാഷണത്തിൽ VK സുരേഷ് ബാബുവിന്. കവിതയും ഗാനങ്ങളും ശ്ലോകങ്ങളും ഉൾപ്പെടുത്തിയുള്ള പ്രഭാഷണ ശൈലി ഏവർക്കും ഹൃദ്യം. അദ്ദേഹത്തിന്റെ ചിറ്റാരിപ്പറമ്പിലെ വീടിന്റെ ഒരു ഭാഗം ജൂൺ 15 മുതൽ ഒരു ലൈബ്രറിയാക്കി മാറ്റി. വീട്ടുപേര് സബർമതി. ഇതുവരെയുള്ള പുസ്തകശേഖരം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് അദ്ദേഹം. 3000-ഓളം പുസ്തകങ്ങൾ. വായനയ്ക്ക് പ്രേരണ നൽകിയ അച്ഛന്റെയും മുത്തച്ഛന്റെയും സ്മരണക്കായി ലൈബ്രറിക്ക് നാരായണ നാരായണ എന്ന് പേരിട്ടു. വീടിനോട് ചേർന്ന ഹാളാണ് ലൈബ്രറിയായത്. വീട്ടിൽ ആളില്ലെങ്കിലും പുസ്തകം എടുത്ത് വായിക്കാം. രജിസ്റ്ററിൽ പേരും ഫോൺ നമ്പറും എഴുതി വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് തിരിച്ചേൽപ്പിക്കാം. മാധ്യമപ്രവർത്തകൻ ഡോക്ടർ OK മുരളീകൃഷ്ണനാണ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഏജന്റ് ന്യൂസ്.